നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊല്ലപ്പെടുമെന്ന ഭയത്താൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനാകാതെ ഇറാനിയൻ സൗന്ദര്യ റാണി 2 ആഴ്ചയായി ജീവിക്കുന്നത് വിമാനത്താവളത്തിൽ. ഇറാനിലേക്ക് നാടുകടത്തപ്പെട്ടാൽ താൻ കൊല്ലപ്പെടുമെന്നാണ് ഫിലിപ്പീൻസിലെ രാജ്യാന്തര സൗന്ദര്യ മത്സരത്തിൽ ഇറാന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ബെഹാറൈ സറി ബെഹാരി പറയുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനായി ഇന്റർപോളിന്റെ റെഡ് നോട്ടീസ് ലഭിച്ചതായി ഫിലിപ്പീൻസ് ഇമിഗ്രേഷൻ വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഏതു രാജ്യമാണ് റെഡ് നോട്ടീസിനായി ആവശ്യമുന്നയിച്ചതെന്ന കാര്യം വ്യക്തമായിട്ടില്ല. ഇതുൾപ്പെടെയുള്ള അനിശ്ചിതത്വത്തിന്റെ ആശങ്കയിൽ സഹായത്തിനായി രാജ്യാന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബെഹാറൈ. കഴിഞ്ഞ 14 ദിവസമായി മനില രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ബെഹാറയുടെ താമസം. മനിലയിൽ അടുത്തിടെ നടന്ന മിസ് ഇന്റർകോണ്ടിനെന്റൽ പേജന്റ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇവർ. ഇറാനിയൻ സർക്കാരിനെതിരെ പൊതുവൈദികളിൽ സ്വീകരിച്ച നിലപാടുകളുടെ പേരിലാണ് തന്നെ വേട്ടയാടുന്നതെന്നാണ് ബെഹാറയുടെ പരാതി. 2018 ഇറാന്റെ ആവശ്യപ്രകാരം ഇന്റർപോൾ തന്നെ വേട്ടയാടാൻ തുടങ്ങിയതെന്ന് ഇവർ പറയുന്നു. 2014 മുതൽ ഫിലിപ്പീൻസിലാണ് താമസം. ഇറാനിലേക്ക് തിരികെ പോകുന്നില്ലെന്നാണ് തീരുമാനം. ഫിലിപ്പീൻസിൽ താമസിക്കുന്ന തനിക്കെതിരെ ഇറാനിൽ എങ്ങനെയാണ് ക്രിമിനൽ കേസ് ഉണ്ടാകുന്നതെന്ന് താൻ പലതവണ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നും ബെഹാറൈ പറഞ്ഞു. ഫിലിപ്പീൻസിൽ അഭയാർത്ഥിയാകാൻ താല്പര്യമില്ല. അവിടെ എനിക്ക് സുരക്ഷ ലഭിക്കുമെന്ന് തോന്നുന്നില്ല. മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കടക്കാനാണ് ആഗ്രഹമെന്ന് ബെഹാറൈ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. മനിലയിലെ നിനോയ് അക്വാനോ രാജ്യാന്തര വിമാനത്താവളത്തിലെ 3ാം ടെർമിനലിലെ പാസഞ്ചർ റൂമിലാണ് ദിവസങ്ങളായി ബെഹാറൈ താമസിക്കുന്നത്. ദുബായിൽ നിന്ന് മടങ്ങിയെത്തിയ ഇവരെ വിമാനത്താവളത്തിൽ തടയുകയായിരുന്നു. കേസിലെ അനിശ്ചിതത്വം തന്നെ തകർക്കുന്നതായും മാനസികമായി അസ്വസ്ഥതകളുണ്ടെന്നും ബെഹാറൈ പ്രതികരിച്ചു. 1979 ഇറാൻ വിപ്ലവത്തിൽ സ്ഥാനഭ്രഷ്ടനാക്കിയ രാജാവ് മുഹമ്മദ് റിസ പഹ്ലവിയുടെ മകൻ റിസ പഹ്ലവിയെ പിന്തുണച്ചതിനാലാണ് ഇറാൻ തന്നെ ലക്ഷ്യമിടുന്നതെന്നും ഈ 31-കാരി ആരോപിച്ചു. ഇറാനിൽ നിന്ന് നാടുകടത്തപ്പെട്ടയാളാണ് റിസ പഹ്ലവി. അടുത്തിടെ നടന്ന ഒരു സൗന്ദര്യ മത്സരത്തിൽ പഹ്ലവിയുടെ ചിത്രവും ഇറാൻ മുൻ രാജവംശത്തിന്റെ പതാകയും ബെഹാറൈ ഉപയോഗിച്ചിരുന്നു. ജനങ്ങളുടെ ശബ്ദമാകാനായിരുന്നു ശ്രമിച്ചതെന്നാണ് അന്ന് വിദ്യാർത്ഥിനി കൂടിയായിരുന്ന ഇവർ പറഞ്ഞത്. ഇറാനിലെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനാലാണ് തന്നെ ലക്ഷ്യമാക്കുന്നത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നതിനാലാണ് താൻ ഒരു അധ്യാപികയായത്. അവർ വസ്തുക്കളോ കളിപ്പാട്ടങ്ങളോ അല്ല, മനുഷ്യരാണ്. ആൺകുട്ടികൾക്കുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ടെന്നും ബെഹാറൈ പറയുന്നു. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ ഫിലിപ്പീൻസ് ഇമിഗ്രേഷൻ വിഭാഗം ഇതുവരെ തയ്യാറായിട്ടില്ല. മനിലയിലെ ഇറാനിയൻ എംബസിയും ഇറാൻ സർക്കാരും മൗനം തുടരുകയാണ്. സ്റ്റുഡന്റ് വിസയിൽ ദന്തവൈദ്യം പഠിക്കുന്നതിനായി 5 വർഷം മുൻപാണ് ബെഹാറൈ ഫിലിപ്പീൻസിലെത്തുന്നത്. സ്റ്റുഡൻസ് വിസ ഓരോ വർഷവും പുതുക്കി. തനിക്കുള്ള ഇപ്പോഴത്തെ വിസയുടെ കാലാവധി 2020 ജനുവരി വരെയുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. ദുബായ് യാത്രയ്ക്കിടയിൽ ഒക്ടോബർ 17 മനിലയിൽ മടങ്ങിയെത്തിയപ്പോഴാണ് ബെഹാറൈ വിമാനത്താവളത്തിൽ തടഞ്ഞത്. ഫിലിപ്പീൻസിലെ ദഗുബൻ നഗരത്തിലെ ആക്രമണ കേസിലും ഈ പെൺകുട്ടി പ്രതിയാണെന്നാണ് ഫിലിപ്പീൻസ് ഇമിഗ്രേഷൻ വിഭാഗം പറയുന്നത്. എന്നാൽ ഈ പ്രശ്നമാണോ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കാൻ കാരണമെന്ന് അവർ വ്യക്തമാക്കുന്നില്ല. രാജ്യാന്തര സ്വഭാവമുള്ള ക്രിമിനൽ കേസുകളുടെ അന്വേഷണത്തിൽ റെഡ് നോട്ടീസിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാറില്ല. ഇത്തരം കേസുകളിൽ പ്രതികരിക്കാനില്ലെന്നാണ് ഏജൻസിയും വ്യക്തമാക്കിയതെന്ന് ഇന്റർപോളിന്റെ മാധ്യമ വിഭാഗവും അറിയിച്ചു. എന്നാൽ ഫിലിപ്പീൻസിൽ ആക്രമണ കേസുണ്ടെന്ന ആരോപണം പച്ചക്കള്ളമാണെന്നാണ് ബെഹാറൈ പറയുന്നത്. ഇറാനിലേക്ക് തിരികെ വിടാനുള്ള തന്ത്രമാണ് ഇതിനു പിന്നിൽ. ഫിലിപ്പീൻസിൽ തനിക്കെതിരെ ഒരു കേസും നിലവിലില്ലെന്നും ബെഹാറൈ തിരിച്ചടിച്ചു. ഒക്ടോബർ 17 ദുബായിൽ മടങ്ങിയെത്തിയപ്പോഴാണ് രാജ്യത്ത് പ്രവേശിക്കാനാകില്ലെന്ന് ഫിലിപ്പീൻസ് അധികൃതർ ബെഹാറൈ അറിയിച്ചത്. തുടർന്ന് വിമാനത്താവള ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമുണ്ടായി. വിസയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് ബെഹാറയോട് അധികൃതർ ആദ്യം പറഞ്ഞത്. ഇറാനിലേക്ക് മടങ്ങിപ്പോകണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടെ ബെഹാറൈ ഒരു സുഹൃത്തിനെ സഹായത്തിനായി വിളിച്ചു. എവിടേക്കും പോകുന്നില്ലെന്ന് മറുപടി കൊടുത്ത യുവതി വിമാനത്താവളത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. തുടർന്ന് സംഭവം ബഹളമായതോടെ സുഹൃത്തെത്തി വിമാനത്താവള അധികൃതരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇദ്ദേഹത്തെയും പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വിദേശ പൗരന്മാർ ഫിലിപ്പീൻസിലെ നിയമത്തെ ബഹുമാനിക്കാൻ തയ്യാറാവണമെന്ന നിലപാടാണ് ഇമിഗ്രേഷൻ കമ്മീഷണർ ജെയിൻ മൊറാൻഡെ സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.